Hi, Namaste, welcome back to my channel Minchida. ഞാൻ ഇന്ന് ഫൊറക്സിൻ്റെ മാർക്കറ്റും അതേപോലെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ വന്ന മൊമെൻറ്റുമാണ് കാണിക്കുന്നത്. ഫൊറക്സിൽ നമുക്ക് ആക്ച്വലി ട്രേഡ് ചെയ്യുന്നവർക്ക് നമ്മൾ 5 മിനിറ്റ്സ് മാത്രമായിട്ട് നമുക്ക് ടൈം ഫ്രെയിം വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. മാർക്കറ്റിൻ്റെ നമുക്ക് കറക്റ്റ് ട്രേഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭൂരിഭാഗം ട്രേഡേഴ്സും സ്കാൽപ്പിംഗ് ആണ് ട്രേഡ് ചെയ്യുന്നത്. കാരണം ആർക്കും നമുക്ക് കുറേ നേരം ചാർട്ടിൽ ഇരിക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ല. പക്ഷേ പെട്ടെന്ന് ട്രേഡ് കിട്ടുമ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റും വേണം. പക്ഷേ 5 മിനിറ്റ്സിലിട്ട് തന്നെ നമ്മൾ ഫൊറക്സ് മാർക്കറ്റിൽ പിടിക്കുമ്പോൾ 5 മിനിറ്റ്സ് ഒരുപാട് അപ്ഡേഷൻ, ഒരുപാട് ഫ്ലക്ച്വേഷൻ ഉള്ള മാർക്കറ്റ് 5 മിനിറ്റ്സിൽ ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ട്രേഡ് നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും അതേപോലെ തന്നെ ഒരുപാട് ട്രേഡ് നമുക്ക് എടുത്ത ട്രേഡുകളെല്ലാം റിവേഴ്സ് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകാറ്. അപ്പോൾ നമ്മൾ ഫൊറക്സിൽ എപ്പോഴും നമ്മൾ വെക്കേണ്ട ടൈം ഫ്രെയിം 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. ഞാൻ ഇന്ന് ഗോൾഡിന് 5 മിനിറ്റ്സ് വിട്ടിട്ടുണ്ട്, 15 വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും ട്രേഡിൻ്റെ വ്യത്യാസം, വന്ന ട്രേഡിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് നല്ലൊരു ഫ്ലക്ച്വേഷൻ മോർണിംഗിൽ ഉണ്ടായിരുന്നു. പക്ഷേ ക്ലോസിംഗ് ലെവലിൽ നമുക്ക് നല്ല രീതിയിൽ 1.5 ശേഷം അടിച്ചു പോയി ഇറങ്ങി മാർക്കറ്റ് നല്ല റിട്ടേൺ തന്നിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്ന ട്രേഡുകൾ ഒക്കെ സൈഡ് വേസ് ആയിരുന്നു. നമ്മൾ ബൈ കൺഫേം ആയ ശേഷം റിവേഴ്സ് പോയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ട്രേഡ് നോക്കുമ്പം നല്ലൊരു ട്രേഡായിരുന്നു. മോർണിംഗിൽ ഒരു ഡൗണിഷ് കണ്ടിന്യൂ പോയെങ്കിലും നമുക്ക് ഒരു 12:30 ശേഷമുള്ള അപ് ട്രെൻഡ് നല്ല ഹ്യൂജ് റിട്ടേൺസ് കിട്ടി. നമുക്ക് 3 ടാർഗറ്റും അടിക്കേണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ അതിനകത്ത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇതിൽ ഗ്രീൻ കളർ അപ്പാരോ ആണ് ബൈ ട്രേഡ് എന്ന് തന്നിരിക്കുന്നത്. അത് ടൈം മേളിൽ കൊടുത്തിട്ടുണ്ട്, എൻട്രി പോയിന്റും അതേപോലെ ടാർഗറ്റും. ഇപ്പോൾ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് സൗണ്ട് എഫക്റ്റിൽ നമുക്ക് അലേർട്ട്, ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അലേർട്ട് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ ഈ സിഗ്നൽ വന്നു എന്നുള്ളതിൻ്റെ അലേർട്ട് കാണിച്ചിട്ട് സൗണ്ട് എഫക്റ്റിൽ കിട്ടും. അതേപോലെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ്റെ ലേറ്റസ്റ്റ് സിഗ്നൽ ഡീറ്റെയിൽസ് നമുക്ക് മുകളിൽ ഉണ്ടാവും. മുകളിൽ ഇപ്പോൾ ലാസ്റ്റ് വന്നതിൻ്റെ സിഗ്നലാണ്, ഇപ്പോഴാണ് അതിൻ്റെ ടൈമിംഗ് ഏതാണ്, ടാർഗറ്റ് ഏതാണെന്ന് താഴെ മുകളിൽ കാണിച്ചു തരും. ഇപ്പോൾ കൺഫർമേഷൻ വന്നതിന് ശേഷം എടുക്കുക. ഇവിടെ കൺഫേം ആണ് ചെക്ക് ചെയ്യാനായിട്ട് ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കുക. രണ്ടും ഓക്കെ ആയാലും നെക്സ്റ്റ് ക്യാൻഡിൽ ട്രേഡ് എടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റ് ടൈമിൽ കൺഫേം ആയി റെസിസ്റ്റൻസിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹ്യൂജ് റിട്ടേൺസ് ആണ് തന്നിരുന്നത്. അവിടുന്ന് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 200 പോയിന്റിൻ്റെ മേലിൽ കയറിപ്പോയിട്ടുണ്ട്. അത്ര നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ താഴെ നോക്കുകയാണെങ്കിൽ ആ കറക്റ്റ് ലെവലിൽ കൺഫേം ആയി. കാരണം സിഗ്നൽ വന്ന് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാർ ഒരുമിച്ച് ബ്രേക്കൗട്ടൊക്കെ കൺഫേം ആയി ബ്രേക്കൗട്ട് പോവുക ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ഫോറക്സ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഫോറക്സിൽ നമുക്ക് 5 മിനിറ്റ്സിലിട്ട ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ ഒരുപാട് സിഗ്നൽ വന്നിട്ടുണ്ട്. മോർണിംഗിൽ ഒരു ഡൗൺ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആശ, അതിൻ്റെ ഒരു ബൈ പിന്നെയും ഡൗൺ വന്ന് പിന്നെയും ബൈ പോയി. ലാസ്റ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബൈ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ഡൗൺ ഇഷ്യൂ വന്നിട്ട് ചെറുതായിട്ട് ഇറങ്ങിയെങ്കിലും നമുക്കിവിടെ മാർക്കറ്റ് ഒരുപാട് ഇറങ്ങാൻ തിരിച്ചു പോകണം ചെയ്തു. പക്ഷേ ഇവിടെയൊക്കെ സിഗ്നൽ കൺഫേമും ആയിരുന്നു. സിഗ്നൽ വന്നതിന് ശേഷം താഴത്തെ ലെവലെല്ലാം മാച്ച് ആയിരുന്നു. നമുക്ക് ഇറങ്ങിയോ ചോദിച്ചാൽ ചെറിയൊരു ഇറക്കം ഉണ്ടായിരുന്നു, പക്ഷെ തിരിച്ചു പോയി. പക്ഷേ 15 നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അവിടെ ഒരു സെല്ലാണ് തന്നിരുന്നത്. ആ സെല്ല് സിഗ്നൽ വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. ലൈൻ ഇറങ്ങുന്നതിനോടൊപ്പം താഴെ മാറിയില്ല. അപ്പോൾ സിഗ്നൽ ഫേക്കാന്ന് പറഞ്ഞു. അത് തിരിച്ചു പോയ ബൈ അവിടെ കൺഫേമായി 27 പോയിന്റ് കിട്ടി. പക്ഷെ ആ 30 മിനിറ്റ്സിൽ നോക്കിയാലോ 30 മിനിറ്റ്സിൽ അവിടെ ബൈ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അവിടെ ട്രേഡ് ഇന്നത്തെ പുതിയ സിഗ്നൽ തന്നിട്ടില്ല. ഇന്ന് കണ്ടിന്യൂ ചെയ്ത് പോയത്, അതായത് ഫ്രൈഡേ വന്ന് സിഗ്നലിൻ്റെ കണ്ടിന്യൂഷൻ ആണ് 19th വന്ന് അതിപ്പോഴും തുടരുകയാണ്. 130 പോയിന്റ്സ് അടിച്ചു നിൽക്കുകയാണ്. 1 കയറ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 30 മിനിറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ആക്യുറസി. അതായത് നമുക്ക് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ച് അറിഞ്ഞ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ 30 ആണ് ഏറ്റവും ബെസ്റ്റ് ഫോറക്സ് മാർക്കറ്റിൽ. അപ്പോൾ 30 നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന സിഗ്നലിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 2-3 പ്രാവശ്യം റെസിസ്റ്റൻസ് അടിച്ച് കയറി. ഇന്ന് രാവിലെ കയറിയത് അപ്രോക്സിമേറ്റ് 3744 നിന്നാണ്. അവിടുന്ന് ഇപ്പോൾ 84 നിൽക്കുന്നു. നല്ല റിട്ടേൺസ് ആണ്. അത് 15 മിനിറ്റ്സിൽ കറക്റ്റായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. 15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ സിഗ്നൽ ഇന്ന് രാവിലെ ഓപ്പൺ ആയ ശേഷം മോർണിംഗിൽ ഒരു ചെറിയ കയറ്റം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കയറി അപ്രോക്സിമേറ്റ് സെല്ല് വരാൻ നോക്കി, പക്ഷേ സെല്ല് കൺഫേം ആയില്ല, താഴെ മാറിയില്ല. അത് തിരിച്ച് പിന്നെയും കയറുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് വന്ന ട്രേഡ് അപ്രോക്സിമേറ്റ് 11:15 വന്ന ട്രേഡിൽ നിന്ന് കിട്ടിയ ട്രേഡ് 3757 നിന്ന് എടുത്ത ട്രേഡ് ഇപ്പോഴും റിട്ടേൺ അടിച്ച് 27 പോയിന്റ്സോളം കയറി നിൽക്കുന്നു.
നല്ല ട്രേഡാണ്. ലാസ്റ്റ് ആ സിഗ്നൽ വന്നതിന് ശേഷം പിന്നെ ഒരു റെസിസ്റ്റൻസ് രണ്ടാമത് കട്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്താലും 55 നിന്ന് എടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 84 നല്ല റിട്ടേൺസ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കുന്ന അതായത് നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് കഴിഞ്ഞ് അടുത്ത ട്രേഡ് എവിടെ എടുക്കാമെന്ന് കാണിച്ചു തരും. അതേപോലെ സ്ട്രോങ് ബ്രേക്കാണ് ഇത്തിരി ചെറിയ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ ഇന്നലെ ഒരു ക്ലോസിംഗ് ലെവൽ വന്ന ആ ബ്രേക്ക് നമുക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാം. അവിടുന്ന് അപ്രോക്സിമേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് കയറ്റമായിരുന്നു 3725 നിന്ന് നമുക്ക് ആ ക്ലോസിംഗ് ലെവൽ വരെ 3480 വരെ അടിച്ചു കയറിയിട്ടുണ്ട്. അത് സ്ട്രോങ് ബ്രേക്കാണ്. അവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്തപ്പോഴേ സോഫ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്ട്രോങ് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു. അത് ട്രേഡ് എടുക്കുന്നവർക്കൊക്കെ ഇതുപോലത്തെ ട്രേഡുകളൊക്കെ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ട്രേഡുകളാണ്. അപ്പം അത് സോഫ്റ്റ് അവിടെ കറക്റ്റ് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ 30 ആണ് കുറച്ചുകൂടെ വെക്കേണ്ടത്. പക്ഷെ 5 ട്രേഡ് എടുക്കേണ്ട എന്നല്ല പറയുന്നത്. 5 വെക്കുമ്പോൾ നമുക്ക് ഈ ഫേക്ക് ആയിട്ടുള്ള ട്രേഡുകൾ അവോയ്ഡ് ചെയ്ത് 30 കൂടി ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അവിടെ ട്രേഡ് എടുക്കണോ അതോ കണ്ടിന്യൂ ചെയ്യണോ നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണോ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാം. പക്ഷെ ചെറിയ സ്കാൽപ്പിങ്ങിൽ ഇതുപോലെ വരുന്ന ട്രേഡുകൾ നമുക്ക് ഒരുപാട് പോകില്ല, ചെറിയ ചെറിയ ട്രേഡേ പോകത്തുള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള കറക്റ്റ് ട്രേഡ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 30 ടൈംസ് വിട്ട് തന്നെ ട്രേഡ് ചെയ്യും ഫോറക്സ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്ത മെത്തേഡ് ലൈവായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.